ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഗമോ ദേവി ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ പുതിയ എപ്പിസോഡില് നമ്മുടെ നന്ദനെ ആട്ടോ ആദ്യം കാണിക്കുന്നത്. നമ്മുടെ നന്ദൻ നമ്മുടെ സിദ്ധാർത്ഥനെ മുറിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ സിദ്ധാർത്ഥൻ അവിടെ ഒന്നുമില്ല, വീട്ടിലൊന്നുമില്ല ആട്ടോ നമ്മുടെ സിദ്ധാർത്ഥൻ. അങ്ങനെ ആകപ്പാടെ നോക്കുമ്പോൾ ഗേറ്റ് ഒക്കെ തുറന്ന് നമ്മുടെ സിദ്ധാർത്ഥൻ എവിടെ പോയതായിട്ടാണ് നമ്മുടെ നന്ദൻ കാണുന്നത് കേട്ടോ. അങ്ങനെ പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച നമ്മുടെ സിദ്ധാർത്ഥൻ നമ്മുടെ ബലരാമന്റെ വീട്ടിലെത്തുകയാണ്. അപ്പൊ ബലരാമന്റെ വീട്ടിലെത്തുമ്പോൾ അവിടെ പാർട്ടിക്കാർ നമ്മുടെ സിദ്ധാർത്ഥനെ കാണുമ്പോൾ തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ പോലീസ് വന്നിട്ടാണ് നമ്മുടെ സിദ്ധാർത്ഥൻ അവരുടെ ഇടയിൽ നിന്നും രക്ഷിക്കുന്നത്. അപ്പൊ ഈ ഒരു ബഹളമൊക്കെ കേട്ട് നമ്മുടെ പ്രഭാവതി നമ്മുടെ ദേവിയും വന്ന് നോക്കുമ്പോൾ നമ്മുടെ സിദ്ധാർത്ഥൻ ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുക. അങ്ങനെ നമ്മുടെ ദേവീനെയും പ്രഭാവതിനെയും ആണെങ്കിൽ വനിതാ പോലീസ് നമ്മുടെ സിദ്ധാർത്ഥന്റെ അടുത്തേക്ക് വിടുന്നില്ല. ഏറ്റവും ഒടുവിൽ അവരുടെ നിന്നൊക്കെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ സിദ്ധാർത്ഥനെ നമ്മുടെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരൻ നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച. അപ്പൊ അതിന് പിന്നാലെ നമ്മുടെ ഹരിയേട്ടൻ നമ്മുടെ ബലരാമന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ചന്ദ്രമതിയായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ചന്ദ്രമതി ഭയങ്കര ക്രൂരവാക്കുകളാട്ടോ. അവനെ ഞാൻ വെറുതെ വിടില്ല, ഞാൻ ഇനി എന്തിനു ജീവിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ആദ്യം കരയുന്നത്. പിന്നെ പറയും, ഇല്ല എനിക്ക് ജീവിച്ചേ മതിയാവൂ, സിദ്ധാർത്ഥനെ കുടുംബത്തെ ഞാൻ നശിപ്പിച്ചിരിക്കും, എനിക്ക് അതിനു വേണ്ടി ത്യാഗരാജൻ ഉണ്ടാവും എന്റെ കൂടെ, എന്റെ ത്യാഗരാജൻ അവനെ തീർത്തിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഏതോ ഒരു പുതിയ കഥാപാത്രം വരാൻ പോകുന്നേ ഉള്ളൂ ട്ടോ. അതും അതിശക്തനായ കഥാപാത്രം. അപ്പൊ നമ്മുടെ ഹരിയേട്ടൻ ത്യാഗരാജന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഒന്ന് ഞെട്ടുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഹരിയേട്ടൻ ഇങ്ങനെ അനുനയിപ്പിക്കാനൊക്കെ നമ്മുടെ ചന്ദ്രമതിയെ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ചന്ദ്രമതി കോട്ട കലിപ്പിൽ തന്നെയാട്ടോ. ചന്ദ്രമതിക്ക് ഇനി ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ. ഉണ്ടായ ഒരു മകളും നഷ്ടപ്പെട്ടു, ഇപ്പോൾ ദാ ഭർത്താവും, തന്റെ ജീവനായ ഭർത്താവും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ചന്ദ്രമതിക്ക് ഇനി ഒന്നും നോക്കാനില്ല അല്ലെ. എല്ലാം നഷ്ടപ്പെടാൻ ഇനി ഉള്ളത് നമ്മുടെ ചന്ദ്രോത്ത് വീട്ടുകാർക്ക് മാത്രമാണ് അല്ലെ കൂട്ടുകാരെ. അപ്പൊ അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്ന കാഴ്ച നമ്മുടെ ഗിരീഷും മുരളിയും കൂടി ഇങ്ങനെ ചർച്ച ചെയ്യുന്നതാണ്. ഓ, അവരുടെ വീട്ടിലെ കാര്യം ഭയങ്കര കഷ്ടം തന്നെയാണ്. ഗിരീഷ് ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ രജനി ഇവിടെ ഇങ്ങനെ കരച്ചിലോട് കരച്ചില്, ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്നു, ചന്ദ്രോത്ത് വീട്ടിലാണെങ്കിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ, ഒരു വല്ലാത്തൊരവസ്ഥ തന്നെയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മുരളി ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. സിദ്ധാർത്ഥൻ സാർ ഒരിക്കലും തെറ്റൊന്നും ചെയ്യില്ല, നമുക്കറിയാലോ, നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്ന ഒരു രംഗങ്ങളിലാട്ടോ കൂട്ടുകാരെ ഒടുവിൽ എപ്പിസോഡ് നമുക്ക് അവസാനിക്കുന്നത്. അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം, പുതിയൊരു കഥാപാത്രം എത്തുന്നുണ്ട്. അത് നമ്മുടെ ചന്ദ്രോത്ത് വീടിന്റെ സർവനാശത്തിനായിരിക്കും എന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ അതൊക്കെ എവിടം വരെ എത്രത്തോളമൊക്കെ പോകുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ. ഇതിനിടയിൽ നമ്മുടെ തനുജയും കയറി ഭയങ്കരമായിട്ട് വിളവെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വളർത്തച്ഛന്റെയും വളർത്തമ്മയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, അദ്ദേഹത്തിന് അങ്ങനെ തന്നെ വേണം, അദ്ദേഹം ആ ഒരു പാവം സാറിനെ കൊന്നില്ലേ, എന്റെ അച്ഛനെ കൊണ്ട് ഞാൻ കോടതിയിൽ വെച്ചെങ്കിലും പറയിപ്പിക്കും എന്റെ അമ്മ ആരാണെന്ന്, നിങ്ങൾ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ തനുജയും അവിടെ സിദ്ധാർത്ഥനെ എന്താ പറയാ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പൊ ഇവിടെ നിന്നും എല്ലാ സ്ഥലത്തുനിന്നും ശ്രമങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ. അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.